ലോകം ഗാസ യുക്രൈൻ സംഘർഷങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിശബ്ദമായി കരുത്താർജിക്കുന്ന ഒരു ശാക്തിക ചേരിയുണ്ട്: റഷ്യ ചൈന സഖ്യം. കഴിഞ്ഞ ആഴ്ചയാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും അവരുടെ അതിരുകളില്ലാത്ത പങ്കാളിത്തം ആവർത്തിച്ചുറപ്പിച്ചത്. സൈനികമായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അടുപ്പം ശക്തമാവുകയാണ്. പസഫിക്കിലും മധ്യേഷ്യയിലും തുടങ്ങി നേറ്റോ രാജ്യങ്ങളുടെ അതിർത്തികളിൽ പോലും റഷ്യയും ചൈനയും സംയുക്ത സൈനികാഭ്യാസങ്ങൾ നടത്തി. യുക്രൈൻ യുദ്ധത്തിലെ റഷ്യയുടെ അനുഭവ പരിചയത്തിൽ നിന്ന് ചൈന പഠിക്കുമ്പോൾ നിരീക്ഷണ സംവിധാനങ്ങളിലും ഡ്രോണുകളിലും ചൈനയുടെ സാങ്കേതിക പാടവം റഷ്യയും സ്വായത്തമാക്കുകയാണ്. അതേസമയം ഈ സഖ്യം സൈനിക തന്ത്രങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. റഷ്യയുടെ എണ്ണക്കയറ്റുമതിയിൽ പകുതിയും ചൈനയിലേക്കാണ്. US ഉപരോധങ്ങളാൽ ഞെരുങ്ങുന്ന റഷ്യ വ്യാപാരത്തിൽ ഡോളറിന് പകരം യുവാനെ പുൽകുകയാണ്. നയതന്ത്രത്തിലും റഷ്യയ്ക്കും ചൈനയ്ക്കും ഒരൊറ്റ ശബ്ദമാണ്. യുക്രൈൻ വിഷയത്തിലായാലും തൈവാൻ പ്രശ്നത്തിലായാലും ഐക്യരാഷ്ട്രസഭയിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രമേയങ്ങളെ എതിർക്കാൻ ഇരു രാജ്യങ്ങളും പരസ്പരം തുണയാകും. ഞങ്ങൾ ഒറ്റക്കെട്ടെന്ന സന്ദേശമാണ് പടിഞ്ഞാറിന് അവർ നൽകുന്നത്. അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും വളരുന്ന റഷ്യ ചൈന സൗഹൃദം ആശങ്കയാണ്. സൈനികമായ കാരണങ്ങളാൽ മാത്രമല്ല ഈ സഖ്യം ആശങ്കയുണ്ടാക്കുന്നത്. അതൊരു ബദൽ ലോകക്രമം കൂടി മുന്നോട്ട് വെക്കുന്നത് കൊണ്ടാണ്. ഉദാര ജനാധിപത്യ ലോകക്രമത്തിന് അത് ഭീഷണിയാകുമോ എന്ന ഭയം കൂടിയാണ് റഷ്യ ചൈന ശാക്തിക ചേരി ഉയർത്തുന്നത്. റഷ്യ ചൈന സഖ്യം ഔപചാരികമായിരിക്കില്ല, പക്ഷേ അത് ഭൗമരാഷ്ട്രീയത്തെ നമ്മുടെ കൺമുന്നിൽ മാറ്റി വരച്ചുകൊണ്ടിരിക്കുകയാണ്.